സന്നദ്ധ പ്രവർത്തനത്തിന്റെ മറവിൽ പെൺകുട്ടിക്ക് നേരെ പീഡന ശ്രമം. മലപ്പുറം സ്വദേശി വാഖിയത്ത് കോയ എന്ന ആൾക്കെതിരെ പരാതി. ആശുപത്രി ബില്ലടയ്ക്കാൻ സഹായിക്കാമെന്ന് വാഗ്ദാനം ചെയ്താണ് പീഡിപ്പിക്കാൻ ശ്രമിച്ചത്. പ്രതിയുടെ അശ്ലീല ശബ്ദ സന്ദേശം പുറത്തുവന്നു. കോഴിക്കോട് നടക്കാവ് പോലീസ് പെൺകുട്ടിയുടെ മൊഴിയെടുത്തു. ശസ്ത്രക്രിയ കഴിഞ്ഞ് ബില്ലടയ്ക്കാൻ കഴിയാതെ കോഴിക്കോട് മലബാർ ആശുപത്രിയിൽ തുടരുകയാണ് പെൺകുട്ടിയുടെ പിതാവ്. ഞാൻ ഇന്നെക്കൊണ്ട് കഴിയുന്ന എല്ലാ മേഖലയും നോക്കി മോളെ. എനിക്ക് നിങ്ങളെ രക്ഷിക്കാൻ നിങ്ങളെ കൂടെ നിർത്താനൊക്കെ എനിക്ക് താല്പര്യമുണ്ട്. പക്ഷെ എൻ്റെ സാഹചര്യം മാർച്ച് മാസം കഴിയാതെ എനിക്കൊന്നും പറ്റൂല. അതാണ് എൻ്റെ വിഷയം. കാരണം നിന്നെ മനസ്സ് വേദനിപ്പിക്കാതിരുന്ന് നിന്നൊന്ന് ലാളിക്കാനൊക്കെ താല്പര്യമുണ്ട്. പിന്നെ അതിനൊന്നും ഇപ്പം നീ തയ്യാറല്ല. നിനക്ക് പഠിച്ചില്ലെങ്കിലും വേണ്ടിയില്ല എന്നുള്ള കണ്ടീഷനാണ്. എന്നാലും ഞാൻ ഇന്നെക്കൊണ്ട് കഴിയുന്നതൊക്കെ ഞാൻ നോക്കുന്നുണ്ട്. പക്ഷെ ഒത്തു വരണ്ടേ. ചാരിറ്റിയുടെ മറവിൽ പെൺകുട്ടിക്ക് നേരെ നടന്ന പീഡന ശ്രമത്തിന്റെ വിവരങ്ങൾ കോഴിക്കോട്ട് നിന്ന് അബിന പീച്ചിറക്കൽ നൽകുന്നു. അബിന പീച്ചിറക്കൽ, ഈ ശബ്ദ സന്ദേശത്തിന്റെ ഈ കേൾപ്പിച്ച രൂപം മാത്രമാണോ, അതല്ലാത്ത മറ്റ് ശബ്ദങ്ങളും ഉണ്ടോ? അത് നമ്മൾക്ക് സംപ്രേഷണം ചെയ്യാൻ യോഗ്യമല്ലാത്തത് കൊണ്ട് നമ്മൾ കൊടുക്കാതിരിക്കുന്നതാണോ എന്ന് മാത്രമല്ല, ഇതിൽ നിന്നെ ലാളിക്കാൻ ലാളിക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് എന്ന് കേൾക്കുമ്പോൾ സ്വാഭാവികമായിട്ടും പിതൃതുല്യമായ ഒരു വാത്സല്യം ആണ് എന്ന് തോന്നിയേക്കാമെങ്കിലും അതിന് നീ സമ്മതിക്കുന്നില്ല എന്ന് പറയുന്നതിൽ നിന്ന് കാര്യം വ്യക്തമാണ്. എന്താണ് സംഭവിച്ചിട്ടുള്ളത്? തീർച്ചയായും MS അങ്ങനെ തന്നെയാണ്. അതായത് ഈ ഒരു ഓഡിയോ പുറത്തേക്ക് വിടാൻ സാധിക്കാത്ത തരത്തിലാണ് ഈ ബാക്കിയുള്ള ഓഡിയോ സന്ദേശം എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഒരു ോട് സംസാരിക്കേണ്ട രീതിയിലല്ല അദ്ദേഹം ഈ ഒരു മൊബൈൽ ഫോൺ സന്ദേശത്തിലൂടെ അല്ലെങ്കിൽ ഫോൺ സംഭാഷണത്തിലൂടെ നടന്നിരിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഈ ഒരു ഓഡിയോ സന്ദേശം ലഭിക്കുന്നത് ഇങ്ങനെയാണ്. കഴിഞ്ഞ 2-3 ദിവസങ്ങളായി ഈ ഒരു പെൺകുട്ടിയും അതുപോലെ തന്നെ പിതാവും മാതാവും കോഴിക്കോട്ടെ ഒരു സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയ്ക്കായി എത്തിയതായിരുന്നു. പിതാവിന് ഷുഗർ സംബന്ധമായ അസുഖത്തെ തുടർന്ന് കൈ മുറിക്കേണ്ട ഒരു സ്ഥിതി വന്നിരുന്നു. ഈ ഒരു ശസ്ത്രക്രിയക്ക് എത്തിയതായിരുന്നു പിതാവ്. പിന്നീട് ഏകദേശം ഒരു 2.5 ലക്ഷത്തോളം രൂപ 20 ലക്ഷത്തോളം രൂപയാണ് ഈ ഒരു ആശുപത്രിയിൽ ചിലവായിരിക്കുന്നത്. പക്ഷേ ഈ ഒരു തുക അടയ്ക്കാനില്ലാത്തത് കൊണ്ടാണ് ഒരു യൂട്യൂബർ വഴി ഈ കുടുംബം സഹായത്തിനായി അഭ്യർത്ഥിക്കുന്നത്. ഈ ഒരു വീഡിയോ കണ്ടിട്ടാണ് മലപ്പുറം സ്വദേശി സഹായിക്കാമെന്ന വ്യാജേന എത്തുന്നതും. അതുകൂടാതെ തന്നെ പെൺകുട്ടിയോട് പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, തന്റെ പിതാവിന്റെ ഈ ചികിത്സയും അതുകൂടാതെ തന്നെ വിദ്യാഭ്യാസ സംബന്ധമായ മറ്റു കാര്യങ്ങളും താൻ നോക്കിക്കോളാം എന്നായിരുന്നു ആദ്യം മുതലുള്ള ഇയാളുടെ സംസാര രീതി ഉണ്ടായിരുന്നത് എന്നുള്ളതാണ്. പിന്നീട് പെൺകുട്ടിയുടെ നമ്പർ കൈക്കലാക്കിയ ശേഷം ഇദ്ദേഹം പെൺകുട്ടിയോട് പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഞാൻ ഇന്ന് വയനാട്ടിലേക്ക് പോകും. പെൺകുട്ടി പെൺകുട്ടി കുറ്റിക്കാട്ടൂർ സ്വദേശിയാണ്. ഈ കുറ്റിക്കാട്ടൂർ കഴിഞ്ഞിട്ടാണ് ചേവായൂർ. ഈ ചേവായൂരിനടുത്ത് നിന്ന് കഴിഞ്ഞാൽ ആശുപത്രിയിലേക്ക് പോയി പണം അടച്ച ശേഷം നമുക്ക് വയനാട്ടിലേക്ക് പോകാം. തുടർ പഠനത്തിനായി വയനാട് ഒരു കോളേജ് എടുത്തു നൽകാം. കുട്ടി അവിടെ നിന്ന് പഠിക്കുകയാണെങ്കിൽ തനിക്ക് ഈ ഒരു പെൺകുട്ടിയെ വന്ന് കാണാമല്ലോ തുടങ്ങിയ രീതിയിലാണ് ഇയാൾ ഈ ഒരു പെൺകുട്ടിയുമായി സംസാരിക്കുന്നത്. ഈ ഒരു സംസാരത്തിൽ നിന്ന് തന്നെ പെൺകുട്ടിക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിലും ഒരു പിതാവിനോട് അല്ലെങ്കിൽ ഒരു തന്റെ പിതാവ് ഇതുപോലെയൊക്കെയാണല്ലോ തന്നെ പരിഗണിക്കുന്നത് അല്ലെങ്കിൽ തന്നെ നോക്കുന്നത് എന്ന് മാത്രമാണ് പെൺകുട്ടി കരുതിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് പെൺകുട്ടി ചേവായൂരിൽ വെച്ച് ഇദ്ദേഹത്തിന്റെ കാറിൽ കയറുന്നതും പിന്നീട് ഈ കാറിൽ നിന്നും ആശുപത്രിയിലേക്ക് ഇയാളോടൊപ്പം തന്നെയാണ് പെൺകുട്ടി ആശുപത്രിയിലേക്ക് പോയതും. ഈ കാറിൽ വെച്ച് തന്നെ ഇയാൾ വലിയ മോശമായ രീതിയിൽ തന്നെ പെൺകുട്ടിയോട് പെരുമാറുകയും ചെയ്തിട്ടുണ്ട്. പക്ഷെ പെൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഈ കാറിൽ വെച്ച് ഇദ്ദേഹത്തിന്റെ ഒരു പ്രവൃത്തിയൊന്നും ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ പോലും പെൺകുട്ടി പിടിച്ചു നിൽക്കുകയാണ് ചെയ്തത്. പിന്നീട് ആശുപത്രിയിൽ എത്തിയ ഉടനെ ഇയാൾ മറ്റു രീതിയിൽ, അതായത് പെൺകുട്ടി ഇത്ര നേരം പ്രതികരിച്ചില്ല, അതുകൊണ്ട് ഇനിയും പ്രതികരിക്കില്ല എന്ന് കണ്ട ഉടനെ ഇയാൾ വീണ്ടും പെൺകുട്ടിയുടെ അടുത്തേക്ക് ചെല്ലാൻ ശ്രമിക്കുമ്പോഴാണ് പെൺകുട്ടി കുതറി ഓടി ഉടൻ തന്നെ ഈ കുട്ടിയുടെ പിതാവിന്റെ റൂമിലേക്ക് കയറി ചെല്ലുകയും കാര്യങ്ങൾ കുട്ടി വെളിപ്പെടുത്തുകയും ചെയ്തത്. പക്ഷേ ഇയാൾ ഈ ഒരു കേസിൽ നിന്ന് രക്ഷപ്പെടുന്നതിനായി പല രീതിയിലും പിതാവിനെയും അതുപോലെ തന്നെ മാതാവിനെയും സമീപിക്കുന്ന രീതിയിലേക്കെല്ലാം എത്തുകയും ചെയ്തിട്ടുണ്ട്. നിലവിൽ ഈ പെൺകുട്ടിയുടെ മൊഴി നടക്കാവ് പോലീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷെ ഇതുവരെയായിട്ടും പ്രതിക്കെതിരെ കേസ് നടക്കാവ് പോലീസ് എടുത്തിട്ടില്ല. ഇതുവരെയായിട്ടും എന്ന് പറയുമ്പോൾ എത്ര നേരമായി ഈ ഒരു പരാതി നൽകിയിട്ട്? കഴിഞ്ഞ ഇന്നത്തേക്ക് 3 ദിവസമായി ഈ ഒരു സംഭവം നടന്നിട്ട് കഴിഞ്ഞ 3 ദിവസവും
ഈ കുട്ടിയുടെ ഇന്ന് ഒരു 20 ദിവസത്തോളം പിതാവും അതുപോലെ തന്നെ കുടുംബവും ഈ സ്വകാര്യ ആശുപത്രിയിൽ തന്നെ കഴിഞ്ഞു വരികയായിരുന്നു. ഇതിനിടെയാണ് ഈ ഒരു സംഭവങ്ങളെല്ലാം തന്നെ സംഭവിക്കുന്നത്. ഈ ഒരു പീഡനശ്രമം നടന്നിട്ട് പോലും ഈ പിതാവും ഈ പെൺകുട്ടിയും അതുപോലെ തന്നെ മറ്റൊരു വ്യക്തിയും ഈ കുടുംബവുമായി ബന്ധപ്പെട്ട മറ്റൊരു വ്യക്തിയും നടക്കാവ് പോലീസിൽ പരാതി നൽകിയിരുന്നു. ഇക്കഴിഞ്ഞ 3 ദിവസം മുൻപായിരുന്നു നടക്കാവ് പോലീസിൽ പരാതി നൽകിയിട്ടുണ്ടായിരുന്നു. തുടർന്ന് നടക്കാവ് പോലീസ് പെൺകുട്ടിയെ കണ്ട് ഈ ഒരു മൊഴി രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇതുവരെയായിട്ടും നടക്കാവ് പോലീസ് ഈ കഴിഞ്ഞ 3 ദിവസം പിന്നിട്ടിട്ട് പോലും നടക്കാവ് പോലീസ് ഇതുവരെയായിട്ടും ഈ ഒരു കേസിൽ നടപടിയെടുക്കാനോ അല്ലെങ്കിൽ FIR ഇടാനോ ഒന്നും തന്നെ തയ്യാറായില്ല എന്ന് മാത്രമല്ല, ഈ ഒരു കേസുമായി സംബന്ധിച്ച് നടക്കാവ് പോലീസിൽ വിശദീകരണം തേടിയപ്പോൾ പോലും പോലീസിന് പോലും കൃത്യമായ ഒരു മറുപടി നൽകാൻ സാധിച്ചില്ല എന്നുള്ളതും എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. അനസ്, അഭിനയോട് ഞാൻ അവസാന ഘട്ടത്തിൽ ചോദിക്കാൻ ഉദ്ദേശിച്ചിരുന്നത്, നടക്കാവ് പോലീസിനെ നമ്മൾ സമീപിച്ചിരുന്നോ, എന്താണ് അവരുടെ വിശദീകരണം എന്ന് ചോദിക്കാനാണ് ഉദ്ദേശിച്ചിരുന്നത്. ആ സമയത്താണ് അവർ പോലീസിന്റെ ഭാഗത്ത് നിന്നും കൃത്യമായ ഒരു വ്യക്തതയില്ലാത്ത മറുപടിയാണ് അഭിനയ്ക്ക് അടക്കം ലഭിച്ചത് എന്നല്ലേ സൂചിപ്പിച്ചത്, അല്ലേ? തീർച്ചയായും ഈ ഒരു കേസ് സംബന്ധിച്ച് നമ്മൾ കുടുംബത്തെയും വിളിച്ചിരുന്നു. ഈ കുടുംബം പോലും പറഞ്ഞിരുന്ന കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞ 3 ദിവസം ഈ പ്രതിക്കെതിരെ കൃത്യമായ തെളിവോടുകൂടി നമുക്കറിയാം. ഇപ്പോൾ ഈ ഒരു കാണിക്കുന്ന ദൃശ്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ യൂട്യൂബ് വഴി അദ്ദേഹം ഈ ഒരു വിഷയത്തിൽ പെൺകുട്ടിയെ സഹായിക്കാം അല്ലെങ്കിൽ കുടുംബത്തെ സഹായിക്കാം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇയാൾ മുന്നിട്ടിറങ്ങുന്നത്. പക്ഷേ ഇയാൾ പെൺകുട്ടിയോട് അസഭ്യമായി സംസാരിക്കുകയും അതുകൂടാതെ തന്നെ കാറിൽ വെച്ച് പെൺകുട്ടിയെ പല രീതിയിൽ സ്പർശിക്കാനും അതുകൂടാതെ തന്നെ പെൺകുട്ടിയൊന്നും പ്രതികരിക്കുന്നില്ല എന്ന് കണ്ട ഉടനെ ആളില്ലാത്ത, അതായത് ഈ ആശുപത്രിയിൽ കാർ പാർക്കിങ്ങിന് സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. ഈ ഒരു സ്ഥലത്ത് നിർത്തിയിട്ടപ്പോൾ കൂടുതലായി പെൺകുട്ടിയെ കടന്നു പിടിക്കാൻ ശ്രമിക്കുന്നതിനിടെയാണ് ഇയാൾ കുതറി ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചിട്ടുള്ളത്. ഇതടക്കം പെൺകുട്ടി ഈ ഒരു ഓഡിയോ സന്ദേശം ഉൾപ്പെടെ പോലീസിന് മുൻപിൽ ഹാജരാക്കുകയും അതുകൂടാതെ തന്നെ നടക്കാവ് പോലീസ് ഈ പെൺകുട്ടിയുടെ വീട്ടിലെത്തി മൊഴിയെടുക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇതുവരെയായിട്ട് പോലീസ് നടപടി എടുത്തിട്ടില്ല. കൂടാതെ തന്നെ ഈ പെൺകുട്ടിയുടെ ബന്ധുവായി നമ്മൾ സംസാരിച്ചിരുന്നു. ആ ബന്ധു പറഞ്ഞിരിക്കുന്ന കാര്യം ഇത് തന്നെയാണ്. നടക്കാവ് പോലീസ് ഒരു വിഷയത്തിൽ കേസ് എടുക്കാം എന്ന് മാത്രമാണ് അറിയിച്ചിട്ടുള്ളത്. പക്ഷെ ഇതുവരെയായിട്ടും FIR ഇട്ടോ എന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തത വന്നിട്ടില്ല എന്നായിരുന്നു അറിയിച്ചിട്ടുണ്ടായിരുന്നത്. ഇതേ തുടർന്നാണ് നമ്മൾ നടക്കാവ് പോലീസിൽ വിളിച്ച് ഈ ഒരു കാര്യങ്ങൾ അന്വേഷിച്ചിരുന്നത്. ആ സമയത്ത് നമ്മൾ പോലീസിനെ വിളിച്ച് കാര്യങ്ങൾ തിരക്കിയപ്പോൾ പോലും പോലീസ് വ്യക്തമാക്കിയിരുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തങ്ങൾക്ക് ഇതുവരെയായിട്ടും പരാതി ലഭിച്ചിട്ടില്ല. ഈ ഒരു കേസുമായി സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങളൊന്നും ലഭ്യമായിട്ടില്ല എന്ന് തന്നെയായിരുന്നു നടക്കാവ് പോലീസിൽ നിന്നും നമുക്ക് ലഭിക്കുന്ന വിവരം. FIR ഇടാതിരിക്കുന്നിടത്തോളം സമയം വലിയ രീതിയിലുള്ള ലൂപ്പ് ഹോളുകൾ പ്രതിക്ക് അനുകൂലമായിട്ട് ലഭിക്കും. ഏത് കേസിലും അത് ആ രീതിയിൽ തന്നെയാണ്. ഒരു പരാതി ലഭിച്ചു കഴിഞ്ഞാൽ നേരെ, അതും സ്ത്രീകൾക്കെതിരായിട്ടുള്ള അതിക്രമങ്ങളുടേതായിട്ടുള്ള പരാതിയാണെങ്കിൽ ഏറ്റവും അടുത്ത നിമിഷം തന്നെ FIR ഇടുക, ബാക്കി കാര്യങ്ങൾ അതിൻ്റെ പിറകെ എന്നുള്ളതാണ് പ്രാഥമികമായിട്ടും നിയമപരമായിട്ട് പോലീസ് ഉദ്യോഗസ്ഥർ ചെയ്യേണ്ടത്. ഇവിടെ ഈ വാർത്ത നമ്മൾ അതിൻ്റെ തുടക്കം മുതൽ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ആദ്യഘട്ടത്തിൽ നമ്മൾക്ക് തോന്നിയേക്കും, അതായത് ഫോണിലൂടെ മാത്രമല്ലേ സംസാരിച്ചിട്ടുള്ളൂ, അതുപോലും ഒരു ഭീഷണിയുടെ സ്വരം ഇല്ലല്ലോ, ബില്ല് അടയ്ക്കാൻ ഞാൻ സഹായിക്കാം പക്ഷേ ലാളിക്കാൻ നീ നിന്നു തരുന്നില്ലല്ലോ എന്നിങ്ങനെ വളരെ സ്വസ്ഥവും ശാന്തവുമായ രീതിയിൽ ആ വ്യക്തി സംസാരിക്കുന്നു. ഓക്കെ, എന്നാൽ അതിനുശേഷമാണ്, അത് മാത്രമല്ല ആ ബില്ല് അടയ്ക്കാമെന്ന് പറഞ്ഞ് ഇവർ കാറിൽ കൊണ്ടുപോകുന്നു, കാറിൽ വെച്ച് പലതരത്തിലുള്ള പീഡന ശ്രമങ്ങൾ നടക്കുന്നു. അവിടെ നിന്ന് ഇറങ്ങി വീണ്ടും അത് ശ്രമിച്ചപ്പോൾ കുതറി ഓടി എന്ന് പറയുമ്പോൾ അത് പീഡന ശ്രമത്തിൽ നിന്നുള്ള ഓടി രക്ഷപ്പെടലാണ്. അത് തന്നെ അട്രോസിറ്റിയിൽ നിന്നുള്ള രക്ഷപ്പെടൽ, അതിനുവേണ്ടിയുള്ള കുതറിമാറൽ. അവിടെ ഒരു അട്രോസിറ്റി നടന്നിരിക്കുന്നു, പ്രാഥമികമായിട്ടും അട്രോസിറ്റി നടന്നിരിക്കുന്നു. കേസ് രജിസ്റ്റർ ചെയ്യേണ്ടതാണ്, FIR ഇടേണ്ടതാണ് എന്നുള്ളത് പ്രാഥമികമായിട്ടും ചെയ്യേണ്ടതാണ്. അത് വൈകിപ്പിക്കുന്നു, 3 ദിവസം കഴിയുന്നു എന്ന് പറയുമ്പോൾ ഈ 3 ദിവസത്തിനിടയിൽ പെൺകുട്ടിക്ക് മനംമാറ്റം ഉണ്ടാക്കാൻ ബന്ധുക്കളിലൂടെയോ മാതാപിതാക്കളിലൂടെയോ ശ്രമമുണ്ടായിട്ട് ആ പെൺകുട്ടിയിൽ നിന്ന് മനംമാറ്റം ഉണ്ടാവുന്ന ഘട്ടത്തിൽ പോലീസിനെ ന്യായീകരിക്കാൻ കഴിയും. ആ രീതിയിൽ അവർക്ക് പരാതിയില്ല. അതിനുവേണ്ടി വൈകിപ്പിക്കുന്നതാണോ എന്ന് ചിലരെങ്കിലും സംശയിക്കാൻ സാധ്യതയുണ്ട് ഈ വാർത്തയെ സംബന്ധിച്ചിട്ട്. ഇപ്പോൾ ഏറ്റവും ഒടുവിലത്തെ ഈ വാർത്തയുടെ ഏറ്റവും ഒടുവിലത്തെ അപ്ഡേഷൻ എന്ന് പറയുന്നത് എന്താണ് അഭിന?
MS നിലവിൽ ഈ ഒരു പെൺകുട്ടിയുമായി സംസാരിച്ചപ്പോൾ പെൺകുട്ടി പറഞ്ഞത് നിയമപരമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത് എന്ന് തന്നെയാണ്. തനിക്ക് തന്റെ പിതാവിനെ സംരക്ഷിക്കുക അല്ലെങ്കിൽ പിതാവിന്റെ ആരോഗ്യസ്ഥിതി മെച്ചപ്പെടുത്തുക എന്നുള്ളത് തന്നെയാണ് പെൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഉള്ളത്. ഈ പെൺകുട്ടിയെ കൂടാതെ 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു ചെറിയൊരു അനിയനും ഈ ഒരു പെൺകുട്ടിക്കുണ്ട്. അതുകൊണ്ട് തന്നെ പെൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം അനിയൻ പഠിച്ച് ഉയരങ്ങളിലേക്ക് എത്തണം എന്നുള്ളതാണ് പെൺകുട്ടി വ്യക്തമാക്കുന്ന ഒരു കാര്യം. പക്ഷേ പെൺകുട്ടി നേരത്തെയും ഈ ഒരു അക്രമിയോട് അല്ലെങ്കിൽ ഈ ഒരു പീഡനശ്രമം നടത്തിയ വ്യക്തിയോട് ഈ പെൺകുട്ടി പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തനിക്ക് ഇനി പഠിക്കേണ്ടതില്ല, താൻ ഇനി പഠിച്ചെടുത്തോളം മതി എന്നുള്ള രീതിയിലാണ് പെൺകുട്ടി പറഞ്ഞത്. ഒരു പക്ഷേ ഈ ഒരു പീഡനശ്രമം നടത്തുമ്പോൾ ഉണ്ടായ ഒരു അമർഷമാണോ ഈ പെൺകുട്ടിയെ ഇത് പറയിപ്പിച്ചത് എന്നുള്ളത് നമുക്ക് വ്യക്തമല്ല. ഈ ഒരു പെൺകുട്ടിയോട് ഇക്കാര്യം നമ്മൾ ചോദിക്കുകയും ചെയ്തിട്ടില്ല. പക്ഷേ ഈ പെൺകുട്ടി പറയുന്നത് താൻ ഇങ്ങനെയാണ് അയാളോട് പ്രതികരിച്ചത് എന്ന് തന്നെയാണ് പെൺകുട്ടി വ്യക്തമാക്കിയിട്ടുള്ള ഒരു കാര്യം. തനിക്കിനി പഠിക്കാൻ പോകണ്ട, താൻ ഇനി എവിടെയും പഠിക്കുന്നില്ല എന്ന് തന്നെയാണ് പെൺകുട്ടി പറയുന്നത്. ഒരുപക്ഷെ ഇയാൾ പീഡനശ്രമം നടത്താനുണ്ടായ ഒരു അമർഷത്തിൽ തന്നെയായിരിക്കാം പെൺകുട്ടി ഇക്കാര്യം വെളിപ്പെടുത്തിയത് എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ഏതായാലും പെൺകുട്ടി ഒരു വിഷയമായി അല്ലെങ്കിൽ ഒരു കേസുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത്. വീണ്ടും പോലീസിൽ ഒരിക്കൽ കൂടി പോയി കേസ് കൊടുക്കാൻ കുടുംബവുമായി വീണ്ടും നടക്കാവ് പോലീസിൽ കേസ് കൊടുക്കും എന്നുള്ള കാര്യം തന്നെയാണ് ഈ ഒരു കുടുംബം അറിയിച്ചിരിക്കുന്നത്. MS കോഴിക്കോട് മലബാർ ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുന്ന പിതാവിൻ്റെ മകളെ ചികിത്സ നടത്തിത്തരാമെന്നും വിദ്യാഭ്യാസം നൽകിത്തരാമെന്നും പറഞ്ഞ് വാഗ്ദാനം ചെയ്ത് പീഡിപ്പിക്കാൻ ശ്രമിച്ച വ്യക്തിക്കെതിരെ പെൺകുട്ടി തന്നെ പരാതി നൽകി 3 ദിവസമായിട്ടും പോലീസ് FIR രജിസ്റ്റർ ചെയ്തിട്ടില്ല എന്ന ഗുരുതരമായ വാർത്തയാണ് ഇപ്പോൾ കോഴിക്കോട്ട് നിന്ന് അബിന പി ചിറക്കൽ റിപ്പോർട്ട് ചെയ്തത്.